പടയണി പോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്ന മറ്റൊരു അനുഷ്ഠാന കലാരൂപമാണ് കളമെഴുത്തും പാട്ടും. അതിനെപ്പറ്റി കൂടുതലായി നമുക്ക് ചോദിച്ചറിയാം. ഈ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പടയണി പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അനുഷ്ഠാന കലാരൂപം തന്നെയാണ് ഈ കളമെഴുത്തും പാട്ടും എന്ന് പറയുന്നത്. കളമെഴുത്ത് എന്നതിൽ നിന്ന് അർത്ഥമാക്കുന്നത് ഭദ്രകാളിയുടെ രൂപമാണ് കളത്തിൽ എഴുതുക. അതിനുശേഷം ഭദ്രകാളിയുടെ ആപാദ വർണ്ണന നടത്തുന്ന ഒരു കീർത്തനം അല്ലെങ്കിൽ ഒരു പാട്ടും അതിനോട് അനുബന്ധമായിട്ടുണ്ടാകും. അതാണ് കളമെഴുത്തും പാട്ടും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കളമെഴുത്തിൻ്റെ ആവിർഭാവത്തെക്കുറിച്ച് പറയുന്നത് പടയണിയുടെ ഒപ്പം തന്നെയുള്ള കാര്യമാണ്. അതായത് ദാരികനെ കൊന്നതിന് ശേഷം ഭദ്രകാളി വളരെ കോപിഷ്ഠയായിട്ട് ഒരു കയ്യിൽ ദാരികൻ്റെ കപാലവും ശിരസും മറുകൈയിൽ ചോരയൊലിക്കുന്ന വാളുമായിക്കൊണ്ട് ദേവി തുള്ളിയുറഞ്ഞ് കൈലാസത്തിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അവിടെ സുബ്രഹ്മണ്യൻ്റെ നേതൃത്വത്തിൽ വികൃത രൂപങ്ങൾ വരച്ച കോലങ്ങളൊക്കെ കെട്ടി അവരെ ആടി ദേവിയുടെ മുന്നിൽ കോപശമനത്തിനായി ശ്രമിച്ചു എന്നാണ് ഐതിഹ്യം. പക്ഷെങ്കിൽ ഇതുകൊണ്ട് പൂർണ്ണമായും ദേവിയുടെ കോപം മാറിയില്ല എന്നും കൈലാസ ശൃംഗത്തിലെത്തിയ ദേവി തൻ്റെ സ്വന്തം രൂപം അവിടെ കളത്തിൽ വരച്ചിരിക്കുന്നത് കണ്ടിട്ട് പൊട്ടിച്ചിരിച്ചു എന്നുമാണ് പറയുന്നത്. ആ പാട്ട് കേട്ട് അമ്മ ശാന്തയായി എന്നുമാണ് ഐതിഹ്യം പറയുന്നത്. കളമെഴുത്തിൽ സാധാരണ രീതിയിൽ കളമെഴുതുക എന്ന ഒരു ചടങ്ങ് ചെയ്യുന്നത് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ സാധാരണ രീതിയിൽ അത് പടയണിക്കളത്തിലാകാം, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഒരു പ്രത്യേക സ്ഥലത്ത് ദേവിയുടെ രൂപമല്ല പഞ്ചവർണ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പഞ്ചവർണ്ണങ്ങളിൽ പ്രധാനമായിട്ടും മഞ്ഞൾ ഉണക്കി പൊടിച്ചിട്ട് മഞ്ഞപ്പൊടി എടുക്കുന്നു. അതുപോലെ തന്നെ മാവില കരിച്ചോ അല്ലെങ്കിൽ ഉമി കരിച്ചിട്ടോ ഉണ്ടാകുന്നത് പൊടിച്ച് കറുപ്പ് നിറം, വാഗ ഇല ഉണക്കി പൊടിച്ചിട്ട് പച്ച നിറം, പിന്നീട് അരിപ്പൊടി പൊടിച്ചെടുത്തിട്ട് ആണ് തൂവെള്ള നിറം ചെയ്യുന്നത്. ഇങ്ങനെ മുഴുവൻ 5 വർണ്ണങ്ങൾ ഉപയോഗിച്ചാണ് അമ്മയുടെ ഈ രൂപം വരയ്ക്കുന്നത്. വരച്ചതിന് ശേഷം ഇത് 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. മൂർത്തതയോടുകൂടിയ രൂപമാണ് പൂർണ്ണകായ രൂപം. പൂർണ്ണകായ രൂപവും വരയ്ക്കും, അർദ്ധകായ രൂപവും അമ്മയുടെ വരയ്ക്കാറുണ്ട്. അതിനുശേഷം ഈ പാട്ട് പാടിയതിന് ശേഷം ഈ കളം ചുവടിൽ നിന്ന് പാദം മുതൽ മുകളിലേക്ക് മായ്ക്കുകയാണ് ചെയ്യുക. ഈ പാട്ടിനും ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ദേവതാ സങ്കല്പങ്ങളിൽ ഈ ദേവതാ വർണ്ണന നടത്തുന്നത് കേശാദിപാദമാണ്. മുടിയിൽ നിന്ന് തുടങ്ങി പാദം വരെയാണ് വർണ്ണനയെങ്കിൽ കളമെഴുത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാദം മുതൽ മുടി വരെയാണ് അമ്മയുടെ വർണ്ണന നടത്തുന്നത്. അതിനുശേഷം ഈ കളം മായ്ക്കുകയും ഈ കളം മായ്ക്കുന്ന പൊടി ആ കളപ്പൊടി എന്ന് പറയും അതിന്. ആ കളപ്പൊടി എടുത്തിട്ട് ഭക്തജനങ്ങൾ വീടുകൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ബാധാദി ഉപദ്രവങ്ങൾ രോഗാദികളൊന്നും പിന്നെ ആ വീട്ടിൽ വരികയില്ല എന്നതാണ് സങ്കല്പം. കളം എഴുതിയതിന് ശേഷം ഇവിടെ ഇരുന്ന് ആ കളമെഴുത്ത് പാട്ട് ഒരു പ്രത്യേക വാദ്യോപകരണം കൊട്ടി കളമെഴുത്ത് കഴിഞ്ഞ് ആ പാട്ട് അവതരിപ്പിച്ചിട്ട് ആ കളം മായ്ച്ച് ആ പൊടി ഇവിടെ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യാറുണ്ട്. പഴമക്കാർ പാടി ആലപിക്കുന്ന പഴയകാലം മുതലേ കളമെഴുത്ത് കുറുപ്പന്മാർ ആലപിച്ചു പോകുന്ന വളരെ പ്രശസ്തമായ ഒരു കളമെഴുത്ത് പാട്ടിൻ്റെ ഏതാനും ശീലുകളാണ്. ചെമ്പൊന്നിൻ പുറവടി വിരലോ കൈ തൊഴുന്നേ, ചെവടി തണലൊത്ത തിരുപ്പാദം തൊഴുന്നേ, കൈതപ്പൂത്തരമൊത്ത കണങ്കാൽ കൈ തൊഴുന്നേ, കണ്ടാലത്രയും നല്ല മുഴങ്കാൽ കൈ തൊഴുന്നേ, തുമ്പി കൈ തരമൊത്ത തുടരണ്ടും തൊഴുന്നേ, തുകിൽ പട്ടിനിടയിൽ പൊന്നരഞ്ഞാണോ തൊഴുന്നേ, അലശരനൊഴിയുന്ന ചുഴിവോ കൈ തൊഴുന്നേ, അരയാലിനിലയൊത്തോരുദരം കൈ തൊഴുന്നേ, മെരുക്കും നിനേവെന്ന മുലരണ്ടും തൊഴുന്നേ, മേളം താലിയും മാറിൽ വനമാല തൊഴുന്നേ,
കയ്യിൽ കാപാലം വട്ടകശൂലം കൈ തൊഴുന്നേ ദാരികാശിരം വെട്ടിപ്പിടിച്ച കൈ തൊഴുന്നേ വട്ടത്തിൽ വിളങ്ങുന്ന മുഖം കണ്ടു തൊഴുന്നേ വളഞ്ഞുള്ളോരേറോ പല്ലോടു നാവോ തൊഴുന്നേ കുരരാളമിളം പാമ്പിൻ കളി കണ്ടു തൊഴുന്നേ കുരകാന്തിലണിയും കുണ്ടല കുംഭി തൊഴുന്നേ അടിയനു മുടിയോളമുടൽ കണ്ടു തൊഴുന്നേ അഴകോടെ പള്ളിമുക്കം അമരുമമ്മേ തൊഴുന്നേ അഴകോടെ പള്ളിമുക്കം അമരുമമ്മേ തൊഴുന്നേ. പള്ളിമുക്കത്തമ്മേ പരദേവതേ 14 ലോകങ്ങൾക്കധിദേവതേ. പള്ളിമുക്കത്തമ്മേ പരദേവതേ 14 ലോകങ്ങൾക്കധിദേവതേ. ആൾപ്പിണ്ടിയാകുന്നോരടിയന്റെ ജന്മവും അവിടുത്തെ തിരുമുമ്പിൽ കാപ്പൊലിക്കാം. ആൾപ്പിണ്ടിയാകുന്നോരടിയന്റെ ജന്മവും അവിടുത്തെ തിരുമുമ്പിൽ കാപ്പൊലിക്കാം. ആത്മദുഃഖങ്ങളെല്ലാം ഞാൻ നടയിൽ വയ്ക്കാം. പള്ളിമുക്കത്തമ്മേ പരദേവതേ 14 ലോകങ്ങൾക്കധിദേവതേ. ദാരിക ശിരമേന്തി താണ്ഡവമാടുന്ന ശിവബാലേ നിൻ കോപം തീർത്തിടുവാൻ. ദാരിക ശിരമേന്തി താണ്ഡവമാടുന്ന ശിവബാലേ നിൻ കോപം തീർത്തിടുവാൻ. നിന്നു കൈലാസമാർഗത്തിൽ ശിവഭൂതങ്ങൾ സുബ്രഹ്മണ്യ സ്വാമി പോലും കോലം കെട്ടി വന്നുപോൽ. കൂടെ തുള്ളി വന്നു വേറെ 100 കോലങ്ങൾ. ഓർമ്മകളിൽ കെട്ടി ഞാനൊരു ഭൈരവിക്കോലം. പള്ളിമുക്കത്തമ്മേ പരദേവതേ 14 ലോകങ്ങൾക്കധിദേവതേ. കിൺപിരിമുഖം കണ്ടു നിൻ തിരുമുഖം കണ്ടു കൊടുങ്ങല്ലൂരമ്മയെ ഞാൻ തൊഴുതു. കിൺപിരിമുഖം കണ്ടു നിൻ തിരുമുഖം കണ്ടു കൊടുങ്ങല്ലൂരമ്മയെ ഞാൻ തൊഴുതു. 7 കടലോളം കാരുണ്യം മിഴിയിൽ തൊഴുതു. കുന്നുപ്ലാവിൻ ചോട്ടിൽ എന്നെ കാത്തിരിക്കും അംബികെ. നിന്റെ സൗമ്യഭാവമെന്നും കൂടെ വരേണം. നിൻ കടാക്ഷമഴ നനഞ്ഞു ഞാൻ കുളിരേണം. പള്ളിമുക്കത്തമ്മേ പരദേവതേ 14 ലോകങ്ങൾക്കധിദേവതേ. പള്ളിമുക്കത്തമ്മേ പരദേവതേ 14 ലോകങ്ങൾക്കധിദേവതേ. ആൾപ്പിണ്ടിയാകുന്നൊരടിയന്റെ ജന്മവും
അവിടുത്തെ തിരുമുമ്പിൽ കാപ്പൊലിക്കാം. ആൾപിണ്ടിയാകുന്നോരടിയന്റെ ജന്മവും അവിടുത്തെ തിരുമുമ്പിൽ കാപ്പൊലിക്കാം. ആത്മദുഃഖങ്ങളെല്ലാം ഞാൻ നടയിൽ വയ്ക്കാം. പള്ളിമുക്കത്തമ്മേ പരദേവതേ, 14 ലോകങ്ങൾക്കധിദേവതേ. ചരിത്രപ്രസിദ്ധമായ പള്ളിമുക്കത്ത് ഭദ്രകാളി ക്ഷേത്രത്തെക്കുറിച്ച് ക്ഷേത്ര മേൽശാന്തിയിൽ നിന്നും തദ്ദേശവാസികളിൽ നിന്നും നമുക്ക് വിവരണങ്ങൾ ലഭിക്കുകയുണ്ടായി. പുണ്യം പോകുന്ന പള്ളിമുക്കത്ത് കാവിൽ അമ്മയുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്ന കരയുടെ മക്കൾ അഭീഷ്ടവരദായിനിയായ ജഗദംബികയുടെ ചരിതങ്ങൾ ഗ്രാമീണതയുടെ നിഷ്കളങ്കതയോടുകൂടി നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ആ മഹാമായയുടെ അനുഗ്രഹ വർഷങ്ങൾ നമ്മളിൽ ഒരു തണുത്ത ഇളം കാറ്റായി ഒഴുകിയെത്തുകയാണ്. ആ അനുഗ്രഹ പ്രവാഹത്തിൽ പുണ്യം നിറഞ്ഞ ഈ ക്ഷേത്രാന്തരീക്ഷത്തിൽ നമ്മളും പ്രകൃതിയും ഒരുപോലെ ഇഴുകിച്ചേരുകയാണ്.